മാന്യ സുഹൃത്തുക്കൾക്ക് ഇലഞ്ഞൂർ ബ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് കൃത്യമായ സ്വാഗതം. പ്രിയ സുഹൃത്തുക്കളെ, ഇന്ന് ഞാൻ എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളുമായിട്ട് ഷെയർ ചെയ്യുന്ന ഒരു അറിവെന്ന് പറയുമ്പോൾ നമ്മളെല്ലാവരും കണ്ടുള്ള ഒരു സസ്യമാണ് ഈ ചട്ടിയിൽ നിൽക്കുന്നത്. ഇത് പല ഭാഗത്തും പല പേരുകളിലാണ് അറിയപ്പെടുന്നത്. ഇവിടെയൊക്കെ ഇതിന് പുള്ളിച്ചേമ്പ് എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ചേമ്പ് വർഗത്തിൽപ്പെട്ട ഒരു കളസസ്യമാണ് ഈ പുള്ളിച്ചേമ്പ്. കളസസ്യം എന്ന് മാത്രമല്ല, നമ്മുടെ കൃഷിയിടങ്ങളിൽ വ്യാപകമായി കണ്ടുവരുന്നുണ്ട്. റോഡ് സൈഡുകളിൽ കൃഷിയിടങ്ങളിലും ഒക്കെ വ്യാപകമായി കണ്ടുവരുന്നുണ്ട്. എവിടെയെങ്കിലും ഒരു മൂട് ഉണ്ടായിക്കഴിഞ്ഞാൽ അടുത്ത വർഷമാകുമ്പോഴത്തേന് ആ പ്രദേശം മൊത്തവും വ്യാപിച്ചു നിൽക്കുന്ന ഒരു സസ്യം. എന്നാൽ കാഴ്ചയിൽ അതിമനോഹരമായതുകൊണ്ട് പലരും ഇത് ചട്ടിയിലുമൊക്കെ നട്ട് വളർത്തി പൂന്തോട്ടങ്ങളിൽ വെക്കുന്നതായിട്ട് നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ നമ്മളിതിനെ വളരെ നിസ്സാരമായിട്ട് അവഗണിക്കുകയാണ് ചെയ്യുന്നത്. എന്നാൽ ഇതിലടങ്ങിയിരിക്കുന്ന വിഷാംശം കേട്ടാൽ നമ്മൾ ഞെട്ടിപ്പോവും. അതുപോലെ തന്നെ ഒരല്പം ഒരിടത്തുണ്ടെങ്കിൽ എങ്ങനെയാണ് നമ്മുടെ പുരയിടം മുഴുവൻ ഇത് വ്യാപിക്കുന്നത് എന്നൊക്കെയുള്ള കാര്യങ്ങളാണ് ഇന്നെൻ്റെ സുഹൃത്തുക്കളുമായിട്ട് ഞാൻ പങ്കുവെക്കുന്നത്. സുഹൃത്തുക്കളെ, ഇത്തരത്തിലുള്ള അറിവുകളെന്ന് വെച്ചാൽ നമ്മുടെ കൃഷിയെ സംബന്ധിച്ച്, നമുക്ക് ചുറ്റുമുള്ള പച്ചമരുന്നുകളെ സംബന്ധിച്ച്, അവ എളുപ്പത്തിൽ വളർത്തുന്ന രീതിയെ സംബന്ധിച്ച്, ഇത്തരത്തിൽ മാരകമായ വിഷാംശം അടങ്ങിയ കളസസ്യങ്ങളെ പറ്റിയൊക്കെയുള്ള അറിവുകൾ, അത് സംബന്ധിച്ച പഠന റിപ്പോർട്ടുകളൊക്കെയാണ് ഇലഞ്ഞൂർ ബ്ലോഗ് എന്ന യൂട്യൂബ് ചാനലിലൂടെ ഞാൻ എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളുമായിട്ട് പങ്കുവെക്കുന്നത്. അപ്പോൾ ഇത്തരത്തിലെ അറിവുകൾ ശേഖരിക്കുന്നതും അത് സമാന ചിന്താഗതിയുള്ളവരിലേക്ക് എത്തിക്കേണ്ടതുമൊക്കെ നമ്മുടെ ആവശ്യമാണ്. കാരണം അറിവ് എങ്ങും പൂർണ്ണമാവുന്നില്ല. എവിടെ നിന്നെങ്കിലും അറിവ് ശേഖരിക്കുകയും ആ അറിവ് നമ്മളുമായിട്ട് ബന്ധമുള്ളവരിലേക്ക് എത്തിക്കുകയും ചെയ്യുന്നത് നമ്മുടെ ഒരു ദൗത്യമാണ് എന്ന കാര്യം നാം മറക്കരുത്. അപ്പോൾ ഇത്തരം നമ്മുടെ ഈ യൂട്യൂബ് ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ദയവായി ഇത് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ നാളിതുവരെ എൻ്റെ യൂട്യൂബ് ചാനലിൽ വേണ്ട പ്രചോദനവും പിന്തുണയുമായി നിലകൊള്ളുന്ന എല്ലാവർക്കും ഞാൻ കൃത്യമായ അഭിനന്ദനം അറിയിക്കുകയാണ്, പ്രിയ സുഹൃത്തുക്കളെ. അപ്പോൾ ഈ പുള്ളിച്ചേമ്പെന്ന് പറയുന്ന ഈ ചേമ്പ് എന്താണ് ഇതിൻ്റെ വിഷം എന്ന് നമ്മൾ ചോദിച്ചു നോക്കാം. അപ്പം ഇത് നോക്കിയിട്ട്, ഇപ്പോൾ ഇത് ആണ് ഈ സസ്യത്തിൻ്റെ കിഴങ്ങ്. ഇപ്പോൾ ഈ കിഴങ്ങിൽ നിന്നാണ് പുതിയ സസ്യങ്ങൾ ഉണ്ടാകുന്നത്. അപ്പോൾ ഇതിൻ്റെ കിഴങ്ങുൾപ്പെടെയുള്ള എല്ലാ ഇലകൾ ഉൾപ്പെടെയുള്ള സമൂലം വിഷമാണ്. അപ്പം എങ്ങനെയാണ് ഇത് വിഷം എന്ന് വെച്ചാൽ, ഇത് നമ്മൾ പുരയിടങ്ങളിൽ വളർന്നിരിക്കുകയാണ്. നമ്മളറിയാതെ തന്നെ പുല്ലുകൾ നമ്മുടെ കാലുകൾക്ക്, നമ്മൾ വളർത്തുമൃഗങ്ങൾക്ക് കൊടുക്കാനുള്ള പുല്ലുകളൊക്കെ ശേഖരിക്കുന്നുണ്ടേ അറിയാതെ ഒരു പക്ഷേ നമ്മളിത് അറുത്തെടുക്കാറുണ്ട്. നമുക്കറിയത്തില്ലല്ലോ ഇതിൻ്റെ വിഷാംശം എന്താണെന്ന്. അതുപോലെ തന്നെ നമ്മൾ പുരയിടങ്ങളിലൊക്കെ നമ്മുടെ വളർത്തുമൃഗങ്ങളെ തീറ്റയ്ക്കായിട്ട് കൊണ്ടുപോകുന്നുണ്ടേ ഇത് തിന്നും. അങ്ങനെയൊക്കെ തിന്നുന്നുണ്ടേ ഈ ഇലയിൽ അടങ്ങിയ ഒരു മാരകമായ വിഷം അടങ്ങിയിട്ടുണ്ട്. അങ്ങനെ ഇതിൻ്റെ ഇല ഉള്ളിൽ ചെന്ന് കഴിഞ്ഞാൽ ഈ നാൽക്കാലികൾ, ഈ മൃഗങ്ങൾ ബോധം കെട്ട് നിലം പതിക്കുകയും നമ്മൾ വിദഗ്ധ ചികിത്സ ലഭ്യമാകില്ലെങ്കിൽ വളരെ പെട്ടെന്ന് അത് ചത്തുപോവുകയും ചെയ്യുന്നുണ്ടെന്നുള്ള ഉറപ്പാണ്. കാരണം ഇത് എനിക്ക് നേരിട്ട് ബോധ്യപ്പെട്ട ഒരു അറിവ് കൂടിയാണ്. അതുകൊണ്ടാണ് ഞാൻ ഈ പങ്കുവെക്കുന്നത്. അപ്പോൾ അത്തരത്തിൽ മാരകമായ ഒരു വിഷമുണ്ട്. പിന്നെ മറ്റൊന്ന്, ഇതിൻ്റെ ഈ കറ, ഈ തണ്ടിൽ നിന്നോ ഇലയിൽ നിന്നോ അല്ലെങ്കിൽ ഈ ചേമ്പിൽ, ഈ വിത്തിൽ നിന്നോ ഒക്കെ ഉണ്ടാകുന്ന കറ നമ്മുടെ ശരീരത്തിൽ പെരളുവാണെങ്കിൽ ശക്തമായി ചൊറിച്ചിലുണ്ടായി ഒരു പരിധി വരെയൊക്കെ ചൊറിഞ്ഞ് തടിക്കുകയും ചൊറിഞ്ഞ് പൊട്ടുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ തന്നെ ഇതിൻ്റെ ഒരു ചെറിയ കറ എൻ്റെ ഇവിടെ ഒന്ന് പതിച്ചു, അവിടെ ഇങ്ങനെ ചൊറിഞ്ഞു, നല്ല ചൊറിച്ചിൽ അനുഭവപ്പെടുന്നുണ്ട്. അപ്പോൾ അത് ഒരു ഘടകമാണ്. പിന്നെ ഇതെങ്ങനെയാണ് നമ്മുടെ പുരയിടമൊക്കെ വ്യാപിക്കുന്നത്? ഞാൻ പറഞ്ഞില്ല, ഒരു മൂട്. ഇപ്പോൾ ഈ ഒരു മൂട് നമ്മുടെ പുരയിടത്തിലുണ്ടെങ്കിൽ നമ്മൾ 2 കൊല്ലം കഴിഞ്ഞ് നോക്കുകയാണെങ്കിൽ ആ പുരയിടം മുഴുവൻ ഇത് നിറഞ്ഞിരിക്കും. അതിൻ്റെ കാരണം എന്ന് വെച്ചാൽ, ഇത് നമ്മുടെ പുരയിടത്തിൽ കാട് തെളിക്കുമല്ലോ, കാടുമൊക്കെ കാടൊക്കെ ചിരണ്ടുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും? നമ്മൾ മൺവെട്ടി കൊണ്ട് അല്ലെങ്കിൽ തൂമ്പ കൊണ്ടൊക്കെ ഇത് കൊച്ചു കഷ്ണങ്ങളായിട്ട് അറിയാതെ വെട്ടിയാണ് നമ്മൾ കാട് നീക്കം ചെയ്യുന്നത്. അപ്പോൾ ഇത് എന്തു ചെയ്യും? ഈ ചെറു കഷ്ണങ്ങളായിട്ട് അവിടെ മുഴുവൻ ഇത് വ്യാപിക്കും. അങ്ങനെ വ്യാപിക്കുന്ന ഉടനെ അതെല്ലാം അവിടെ കിളിച്ചു വരും. ഇതിൻ്റെ ഇല മാത്രമേ ഉള്ളൂ കിളിക്കാത്ത, ബാക്കി ഇവിടം വരെയുള്ള ഭാഗങ്ങൾ, ഇവിടം വരെയുള്ള എവിടെ മണ്ണിൽ കിടന്നാലും അത് കിളിച്ചു വരും. ഇതെത്ര ചെറിയ കഷ്ണമായിട്ടായാലും ശരി, അത് കിളിച്ചു വരും. ഏത് പരിസ്ഥിതിയിലും ഇത് വളരും. ഇത് ഉണക്കത്തും മഴയത്തും എല്ലാം ഇതുപോലെ മനോഹരമായി നിൽക്കാൻ ഇതിന് പ്രത്യേകമായ ഒരു കഴിവുണ്ട്. അപ്പോൾ ഇത് ഇത്ര മനോഹരമാക്കിയതിൻ്റെ കാര്യം എന്ന് വെച്ചാൽ, ഇത് നമ്മൾ വളർത്തണം, ഇത് നിലനിൽക്കണം. അതായത് ഇതിന് അടങ്ങിയിരിക്കുന്ന വിഷാംശങ്ങൾ മറയ്ക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇത് ഇങ്ങനെ മനോഹരമാക്കിയിരിക്കുന്നത്. അപ്പം നമ്മൾ ഇനി ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ,
ഇത് നമ്മുടെ കയ്യിലൊക്കെ പറ്റി ചൊറിച്ചിലൊക്കെ അനുഭവപ്പെടുകയാണെങ്കിൽ ഏതാനും തുള്ളി വെളിച്ചെണ്ണ എടുത്ത് പുരട്ടി കഴിഞ്ഞാൽ ആ ചൊറിച്ചിലങ്ങ് മാറിക്കിട്ടും. അതുപോലെ തന്നെ ഈ പശുക്കളൊക്കെ ഇത് കഴിക്കുകയാണെങ്കിൽ വിദഗ്ധ ചികിത്സ ലഭ്യമാകുന്നതിന് മുമ്പ് തന്നെ അല്പം എണ്ണമയം, അല്പം വെളിച്ചെണ്ണ അതിന് കൊടുത്താൽ നമ്മൾ വിളിക്കുന്ന ഡോക്ടർമാർ, അതായത് മൃഗഡോക്ടർമാർ വരുന്നിടം വരെ അല്ലെങ്കിൽ ചികിത്സകർ വരുന്നിടം വരെ അത് മരിച്ച് ചത്തുപോകാതിരിക്കാനുള്ള ഒരു സംവിധാനം ഉണ്ടാവുമെന്നാണ് ഞങ്ങൾ പരീക്ഷിച്ച് നോക്കിൽ നിന്ന് മനസ്സിലായത്. പിന്നെ മറ്റൊരു കാര്യമുള്ളത്, ഇതെങ്ങനെയാണ് നശിപ്പിക്കുന്നത്? ഇത് അങ്ങ് കിളിച്ചെല്ലായിടും അങ്ങ് നിൽക്കും. നമ്മളിത് ചിരണ്ടി അവിടെ തന്നെ ഇട്ട് കഴിഞ്ഞാൽ വീണ്ടും വീണ്ടും അത് 10 ഇരട്ടിയായിട്ട് വളരും. അപ്പോൾ നമ്മൾ നശിപ്പിക്കാൻ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഇതേപോലെ വേരോടുകൂടി ഇത് കണ്ടോ കിളച്ചെടുക്കുക. കുന്താലി കൊണ്ട് ആഴത്തിൽ വേരോടുകൂടി കിളച്ചെടുക്കുക. കണ്ടോ, ഇതേപോലെ വേരോടുകൂടി നമ്മൾ വേരും കിഴങ്ങും സഹിതം നമ്മൾ കിളച്ചെടുക്കുക. കിളച്ചെടുത്തതിന് ശേഷം ഇതെല്ലാം കൂടി ഒന്നുകിൽ ഏതെങ്കിലും ഒരു സ്ഥലത്ത് കൂട്ടിയിട്ട് ആ കൂട്ടിയിടുന്നതിന് മുകളിൽ പ്ലാസ്റ്റിക് മൂടിയിടുക. അങ്ങനെ പ്ലാസ്റ്റിക് മൂടിയിട്ട് ഒരു 2-3 മാസം കഴിയുന്നേ ഈ കിഴങ്ങുൾപ്പെടെ ഈ ഇല ഉൾപ്പെടെ തണ്ട് ഉൾപ്പെടെ അത് അഴുകി ദ്രവിച്ചങ്ങ് പോകും. അതല്ലെങ്കിൽ നമുക്ക് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതെല്ലാം കൂടെ കിളച്ച് നമ്മുടെ പുരയിടത്തിൽ ഇപ്പോൾ ഒരു 10, 20, 30 മൂടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ പുരയിടം മൊത്തം ഉണ്ടെങ്കിൽ നമ്മളത് പല പ്രാവശ്യമായിട്ട് കിളച്ചെടുത്ത് ഒരു പ്ലാസ്റ്റിക് ചാക്കിനകത്ത് നല്ല ഭംഗിയായിട്ടിട്ട് കെട്ടി അത് അവിടെ അങ്ങ് വെക്കുക. കുറേ കഴിഞ്ഞ് അതങ്ങ് അഴുകിപ്പോകും. അല്ലാതെ നമ്മൾ എവിടെ കൊണ്ടിട്ടാലും ഇത് കിളിച്ച് നമ്മുടെ പുരയിടം മൊത്തം വ്യാപിക്കുമെന്ന് മാത്രമല്ല, കൃഷി ചെയ്യുമ്പോൾ നമ്മൾ കൃഷിക്കിടുന്ന വളത്തിൻ്റെ നല്ലൊരു ഭാഗവും ഇത് വലിച്ചെടുത്ത് തളിർത്ത് തഴച്ച് വളർന്നു നിൽക്കുന്നതായിട്ട് നമുക്ക് കാണാം. അപ്പം ഇത് ശത്രുക്കളുടെ നമ്മുടെ കർഷകരുടെ, കൃഷി ചെയ്യുന്നവരുടെ, നമ്മുടെ പുരയിടത്തിൻ്റെ ഒരു ശത്രുവാണ് എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അപ്പം പ്രിയ സുഹൃത്തുക്കളെ, ഈ വിഷച്ചേമ്പിനെ നമ്മൾ ഒരു കാരണവശാലും ഇതേപോലെ ചട്ടിയിൽ വളവും വെള്ളവും നൽകി നമ്മുടെ പൂന്തോട്ടത്തിൽ നിർത്താതിരിക്കാൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മുടെ പുരയിടത്തിൽ നമ്മൾ കാണുകയാണെങ്കിൽ അത് മൂടോടെ കിളച്ച് പിഴുത് അത് ഞാൻ ഈ പറഞ്ഞ രീതിയിൽ നശിപ്പിച്ച് കളയണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇല്ലെങ്കിൽ നമ്മുടെ പുരയിടം മുഴുവൻ വ്യാപിക്കും എന്ന് മാത്രമല്ല, നമുക്ക് ഇതിൻ്റെ കറ നമ്മുടെ ശരീരത്തിൽ പറ്റിയാൽ ചൊറിച്ചിലുണ്ടാവും. നമ്മൾ വളർത്തുന്ന മൃഗങ്ങൾ ഇത് തിന്നുകയാണെങ്കിൽ അത് ചത്തുപോകാനിടയുണ്ട്. അതുപോലെ പൊടിക്കൊച്ചുങ്ങൾ, ഒരു പക്ഷേ നമ്മൾ പൂന്തോട്ടത്തിലൊക്കെ ഇത് വളർത്തുവാണെങ്കിൽ കുഞ്ഞുങ്ങൾ നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ അവർക്കൊന്നും അറിയത്തില്ല. അത് ഇതിന് പൂവൊക്കെ ഉണ്ടാകും. ഇതിനൊരു പൂവും ഒക്കെ ഉണ്ടാകുന്ന ഒരു ചെടി കൂടിയാണ്, ഒരു സസ്യം കൂടിയാണ്. അപ്പോൾ ഇതിൻ്റെ ഇലയുടെ ആ സൗന്ദര്യം കണ്ടുകൊണ്ട് പൊടിക്കൊച്ചുങ്ങൾ ഇതിൻ്റെ ഇല വല്ലതും നുള്ളിയെടുത്ത് വായിട്ട് ചാവച്ച് ഇറക്കുവാണെങ്കിൽ അത് വലിയ ഒരു ദുഃഖകരമായ ഒരു സാഹചര്യത്തിലേക്ക് നീങ്ങും. അതുകൊണ്ട് പ്രിയ സുഹൃത്തുക്കളെ, നമ്മുടെ പുരയിടങ്ങളിൽ ഇത്തരത്തിലുള്ള ഈ പുള്ളിച്ചേമ്പ്, വിഷച്ചേമ്പ് ഉണ്ടെങ്കിൽ ഇത് പിഴുതെടുത്ത് നശിപ്പിച്ച് നമ്മൾ കളയണം എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ഇല്ലെങ്കിൽ അത് നശിച്ച് തന്നെ പോകും. അത് നമ്മൾ ഓർക്കണം. ഞാൻ എങ്ങനെയാണ് ഇത് നശിപ്പിക്കുന്നതെന്ന് ഇവിടെ ഒന്ന് കാണിച്ചു തരാം. കാരണം ഇതേപോലെ ഒരു ചാക്ക് ഞാൻ എടുത്തിട്ടുണ്ട്. ഇത് ഞാൻ കിഴങ്ങ് സഹിതം പിഴുതെടുത്ത ഈ ഉള്ളിച്ചേമ്പാണ്. നോക്കിയിട്ട് അതുപോലെ ഈ ചെടിച്ചട്ടിയിൽ നിന്നും ഞാനിപ്പോൾ ഇത് പിഴുത് എടുക്കാൻ പോവുകയാണ്. കണ്ടോ, ഇത് ഞാൻ ഇങ്ങനെ മടക്കിയാണ്. ഇങ്ങനെ മടക്കി മഴ ഏൽക്കാത്ത രീതിയിൽ എവിടെയെങ്കിലും കൊണ്ട് വെച്ചിരുന്നാൽ മതി. 2 മാസമെങ്കിലും മിനിമം എടുക്കും ഇത് അഴുകിപ്പോകാൻ. അപ്പോൾ നമ്മുടെയൊക്കെ പുരയിടത്തിൽ ഇത് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇത്തരത്തിൽ നശിപ്പിച്ച് കളയണം, ഇല്ലെങ്കിൽ വലിയ വിപത്തുണ്ടാകും. പ്രിയ സുഹൃത്തുക്കളെ, എല്ലാവർക്കും ഇത് മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. അങ്ങനെ നമ്മുടെ പുരയിടത്തിൽ നിന്നും ഈ ശത്രുവിനെ നമ്മൾ ഒഴിവാക്കാൻ ശ്രമിക്കേണ്ടതാണ്. എല്ലാവർക്കും എൻ്റെ ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം.